അടുത്തൊരു സംഘി കള്ളനെ പൊക്കിയിട്ടുണ്ട്. അമ്പലത്തിലെ ഭണ്ഡാരവും സ്വർണവും മാത്രമല്ല ഈ സംഘികളായിട്ടുള്ള അമ്പലക്കള്ളന്മാർ കക്കുന്നത്. അങ്ങ് കണ്ണൂര് സംഘികളുടെ സ്വന്തം ഡുഡുമോനായിട്ടുള്ള സനു സന്തോഷ് എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിലാത്രയിൽ വെച്ച് വ്യാപാരിയെ ആക്രമിച്ച് അദ്ദേഹത്തിന്റെ സ്വർണവും 55 ലക്ഷം അടിച്ചുകൊണ്ട് പോയതിന് സംഘിയെ വളഞ്ഞിട്ട് പോലീസ് പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കല്യാശ്ശേരി സ്വദേശിയായ സനു സന്തോഷ് അഥവാ സംഘികളുടെ ഡുഡുമോൻ പ്രദേശത്ത് സ്വർണ്ണക്കട നടത്തുന്ന വ്യാപാരി കട അടച്ചതിന് ശേഷം തിരിച്ചു മടങ്ങിപ്പോകുമ്പോൾ മറ്റൊരു വാഹനത്തിൽ കാർ ചേസ് ചെയ്ത് വന്ന് ആ കാറിനെ ആക്രമിച്ച് അതിനകത്ത് സൂക്ഷിച്ചിരുന്ന 15 പവന്റെ സ്വർണവും 55 ലക്ഷം രൂപയും അടിച്ചുകൊണ്ട് ദേ പോയി. സ്വാഭാവികമായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ അടുത്ത ദിവസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ചാണ് അമ്പലങ്ങളിലെ ഭണ്ഡാരം മോഷണം, അമ്പലങ്ങളിലെ സ്വർണം മോഷണം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മോഷണം, കവടിയാർ കൊട്ടാരത്തിൽ സ്വർണം മോഷണം. ഇപ്പോഴത്തെ കണ്ണൂരിൽ വരുമ്പോഴും 916 സംഖ്യയായിട്ടുള്ള സനു സന്തോഷ് സ്വർണം കട്ടതിന് അല്ലെങ്കിൽ ഈ നാട്ടിൽ സ്വർണം പൊട്ടിക്കലിന് പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. സംഘികളെ കൊണ്ട് ജനങ്ങൾക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നുടനെ സംഘികൾ അങ്ങ് വല്ലാതെ തലപൊക്കിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് സുഗതൻ എന്ന സംഘി ക്രിമിനൽ നടത്തിയ ആക്രമണവും കാപ്പ കേസും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴുണ്ടായിരുന്ന വെടിവെപ്പൊക്കെ എല്ലാവരും കേട്ടതാണ്. അതിനുശേഷം തൃശ്ശൂരിലെത്തുമ്പോൾ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി സ്വന്തം ഭാര്യയോട് കാണിച്ച അക്രമം നാട് കണ്ടതാണ്. ഇപ്പോ കണ്ണൂരിലും തെക്കൻ കേരളം, മധ്യ കേരളം, വടക്കൻ കേരളം എല്ലായിടത്തും സംഘികളുടെ അക്രമങ്ങൾ ഒരേപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പണം കട്ടതിൽ ഒരു സംഘിയല്ല, സഹായിയായിട്ടുള്ള മറ്റ് 3 സംഘികൾക്ക് വേണ്ടിയുള്ള പോലീസ് തെരച്ചിൽ തുടരുന്നുണ്ട്. എന്തായാലും BJPയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള വ്യക്തി പകൽ ജനസേവകനും രാത്രി ആയിക്കഴിഞ്ഞാൽ അതേ ജനങ്ങളെ കൊള്ളയടിക്കുന്നവനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്.